നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ജ്യോതിഷപ്രകാരം മെയ് മാസം 1-ാം തീയതി മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഐശ്വര്യവും സൗഭാഗ്യവും കൈവരാൻ പോവുകയാണ്. വൈശാഖ പൗർണമിക്ക് ശേഷം മെയ് മാസം തുടങ്ങുന്നതോടെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അതോടൊപ്പം സ്വാമി അയ്യപ്പൻ്റെയും പ്രത്യേക അനുഗ്രഹം ഭൂമിയിലാകെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് വരുന്നത്. ഇന്ന് പുലർച്ചെ പ്രശ്നം വെച്ചപ്പോൾ 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി രാജകീയമായ കാര്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. ഇനി തുടർന്നുള്ള നാളുകൾ അവർക്ക് രാജകീയ ജീവിതം തന്നെയായിരിക്കും. വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞ് ജീവിതത്തിലേക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. അത് നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. നമ്മുടെ ചുറ്റുമുണ്ടാവുന്ന മാറ്റങ്ങളെല്ലാം നാം കാണാറില്ലേ? ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിച്ചവർ പിന്നീട് ഉയർച്ചകൾ കൈവരിക്കുന്നത് നാം കാണാറില്ലേ? അത് അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം അവർക്ക് സൗഭാഗ്യം കൂടെ വന്നു ചേരുമ്പോൾ, ഗ്രഹനിലകളെല്ലാം അനുകൂലമായി വരുമ്പോൾ അവരുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള എത്ര ആളുകളെ നമുക്കറിയാം. എന്നിരുന്നാലും പല ആളുകളും വെറുതെ നെഗറ്റീവ് ചിന്തകളോടുകൂടി ഇത്തരം കാര്യങ്ങളെ സമീപിക്കും. ഇതെല്ലാം വെറുതെയാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. എന്നാൽ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലെ മാറ്റം അസൂയയോടെ അത്തരക്കാർ നോക്കിക്കാണുന്നുമുണ്ടാവും. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താലും അവരുടെ പ്രാർത്ഥനകളുടെ ശക്തിയും അവർക്ക് സൗഭാഗ്യം കൂടെ വന്നു ചേരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം തന്നെയാണ്. ആ മാറ്റം ആർക്കും തടുക്കുവാൻ സാധിക്കുകയില്ല. ആ മാറ്റം അവരുടെ ജീവിതത്തിൽ അനിവാര്യമായി കടന്നു വരിക തന്നെ ചെയ്യും. ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് മുൻകൂട്ടി കാണുവാനും അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി സമീപിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം തന്നെയാണ് എല്ലാത്തിൻ്റെയും ശക്തി. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ നാം കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. നമുക്കറിയാം, നാം ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ വിശ്വാസമല്ലാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം ലഭിക്കുക വളരെ സാവധാനത്തിലായിരിക്കും. എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നാം മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ ലഭിക്കും. നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ്. നാം ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക, നാം പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക. പ്രപഞ്ചം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ മറുപടി തരുക തന്നെ ചെയ്യും. ഇന്ന് മെയ് 1 വെള്ളിയാഴ്ചയാണ്. ഇന്ന് വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ സഹായിക്കും. അതായത് കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് പല നെഗറ്റീവ് ഊർജ്ജവും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും. അത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് ഇത്തരം പൂജാ വഴിപാടുകൾ വളരെയധികം സഹായിക്കും. ഒപ്പം നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും സുഹൃത്തുക്കളിലുമെല്ലാം ഇത്തരത്തിലുള്ള കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാൽ ബുദ്ധിമുട്ടുകൾ, നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ധാരാളമുണ്ടാവും. അത്തരം ആളുകളിലേക്ക് ഈ അധ്യായം ഷെയർ ചെയ്യുക. നിങ്ങളിലൂടെ അവർക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുവാനും അവരുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ നീക്കി അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. അപ്പം തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ ഈ ഒരു വീഡിയോന് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. അപ്പം തന്നെ നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ ഓം നമ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി മെയ് മാസം മുതൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന, ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ പോകുന്ന ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലാദ്യം തന്നെ വരുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ അനുഭവിച്ചവരാണ്. ശത്രുദോഷം, ദുർമന്ത്രവാദം, മറ്റുള്ളവരുടെ ശാപവാക്കുകൾ എന്നിവയാൽ ഇവർ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിൽ പ്രശ്നങ്ങളും നിങ്ങളെ വേട്ടയാടി സ്വന്തം വീട്ടുകാരും നാട്ടുകാരും പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയ അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി ആ കാലം മാറുകയാണ്. മഹാദേവനും അയ്യപ്പസ്വാമിയും ഇനി നിങ്ങളുടെ കൈപിടിച്ച് വാനോളം ഉയർത്താൻ പോവുകയാണ്. വരുന്ന 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. വലിയൊരു ധനയോഗം, നഷ്ടപ്പെട്ട തൊഴിലും നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ കഴിയുന്ന കാലഘട്ടം തന്നെയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. ഇനി രണ്ടാമതായി വരുന്നത് ചോതി നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 17 വർഷമായി കണ്ണീരിൽ കഴിയുന്നവരാണ് ചോതി നക്ഷത്രക്കാർ. സ്നേഹിക്കാൻ ആഗ്രഹിച്ചിട്ടും സ്നേഹം ലഭിക്കാതെ പോയവർ, സ്നേഹം ലഭിക്കാതെ ചതിക്കപ്പെട്ടവർ എന്നിങ്ങനെ ഒരുപാട് വേദനകൾ ഇവർക്കുണ്ട്. എന്നാൽ മെയ് 1 മുതൽ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. സർക്കാർ ജോലി, വിദേശ ജോലി, പരീക്ഷകളിൽ വിജയം എന്നിവ നിങ്ങളെ തേടിയെത്തും.
നിങ്ങളുടെ വീടുകളിൽ തന്നെ ഒരു ചോദ്യ നക്ഷത്രക്കാരനോ ചോദ്യ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ തന്നെ ആ വീട് രക്ഷപ്പെടും. ഇവരുടെ ജീവിതത്തിൽ അത്രയേറെ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. മൂന്നാമതായി വരുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ സങ്കടക്കടലിൻ്റെ നടുവിൽ വേദന കടിച്ചമർത്തി ജീവിക്കുന്നവരാണ്. കഴിഞ്ഞ 17 വർഷമായി സമാനതകളില്ലാത്ത ദുരിതങ്ങൾ ഇവർ അനുഭവിച്ചു. പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും ഒരുപാടുണ്ട്. എന്നാൽ അയ്യപ്പസ്വാമി നിങ്ങളുടെ വിളി കേട്ടിരിക്കുന്നു. നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിലൂടെ രാജാവായി നടന്നു നീങ്ങുന്ന ദിവസങ്ങളാണ് കൈവരാൻ പോകുന്നത്. കടബാധ്യതകളെല്ലാം തന്നെ നിങ്ങൾക്ക് തീർപ്പാക്കാൻ സാധിക്കും. ഐശ്വര്യം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരികയും ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും വേണ്ട രീതിയിൽ വിനിയോഗിച്ച് സധൈര്യം മുന്നോട്ട് പോവുക. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി നാലാമതായി വരുന്നത് മകൈര്യം നക്ഷത്രമാണ്. ഏകദേശം 10-12 വർഷമായി ദുരിതം നിറഞ്ഞ പാതയിലൂടെയാണ് മകൈരം നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത്. മക്കളെക്കുറിച്ചുള്ള ആകുലതകളും സാമ്പത്തിക ബാധ്യതകളും നിങ്ങളെ തളർത്തി. എന്നാൽ ഇനി 3 രാജയോഗങ്ങളാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. പാരിജാത യോഗവും ഗജകേസരി യോഗവും മഹാരാജയോഗവും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചകളുടെ നാളുകൾ തന്നെയാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. നിങ്ങളെ കളിയാക്കിയവരും പുച്ഛിച്ചവരുടെയും മുന്നിൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട 5ാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടാത്തവരാണ്. ജീവിതം ആസ്വദിക്കാൻ അവർക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അയ്യപ്പസ്വാമിക്കൊപ്പം ഗുരുവായൂരപ്പനും നിങ്ങളുടെ കൂടെയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു സുവർണ കാലമാണ് കടന്നു വരാൻ പോകുന്നത്. ഇനി മുടങ്ങിപ്പോയ സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോന്നായി നടപ്പിലാക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിത ധനയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മാറ്റങ്ങൾ സൃഷ്ടിക്കും. സൗഭാഗ്യങ്ങളുടെ നാളുകൾ തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. ഇനി ഈ ഒരു മെയ് മാസം ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയവരാണ് മൂലം നക്ഷത്രക്കാർ. ദൈവം മാത്രമേ തനിക്കുള്ളൂ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണിവർ. അയ്യപ്പസ്വാമിയും മഹാലക്ഷ്മിയും നിങ്ങളുടെ കൈപിടിച്ചുയർത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ സാധിച്ചു തരും. അത്രയേറെ സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. 2026 ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ നിങ്ങൾ കരഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾക്കിനി നല്ല നാളുകൾ തന്നെയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷക്കത്തോളം വളരുവാൻ സാധിക്കും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടിൻ്റെയും ശക്തി തന്നെയാണ്. 7ാമതായി ഇനി സൗഭാഗ്യങ്ങളുടെ കൊടുമുടി കയറാൻ പോകുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രം. ഉള്ളി നീറിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു ചതയം നക്ഷത്രക്കാർ. എന്നാൽ ഇനി ഗുരുവായൂരപ്പൻ നിങ്ങളുടെ തുണയ്ക്കുണ്ടാവും. അടുത്ത 1 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഓം നമോ നാരായണ എന്ന മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ എല്ലാ തകർച്ചകളെയും നിങ്ങൾക്കിനി ഉയർച്ചകളാക്കി മാറ്റുവാൻ സാധിക്കും. ഇനി 8ാമതായി വരുന്നത് മകം നക്ഷത്രമാണ്. കടലോളം ദുഃഖം ഉള്ളിലൊതുക്കി പുറമെ ചിരിച്ചു കാണിക്കുന്നവരാണ് മകം നക്ഷത്രക്കാർ. മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ സ്വന്തം വേദനകൾ ഇവർ ഉള്ളിലൊതുക്കുന്നു. എന്നാൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഇനി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വളർച്ച കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെടും. നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചവർക്ക് ഇനി നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടേണ്ടി വരും. അത്രയേറെ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടിൻ്റെയും ശക്തി തന്നെയാണിത്. ഇനി 9ാമതായി വരുന്നത് പൂയം നക്ഷത്രമാണ്. നരസിംഹമൂർത്തിയുടെ പ്രത്യേക ചൈതന്യം പൂയം നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളെ ദ്രോഹിച്ചവരെയെല്ലാം മൂലക്കിരുത്തിക്കൊണ്ട് ഭഗവാൻ നിങ്ങളെ ഉയർത്തും. വരുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ഉയർച്ചയും തൊഴിൽ നേട്ടങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കിനി സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. ഇനി 10ാമതായി വരുന്നത് വിശാഖം നക്ഷത്രമാണ്. കണ്ണീർ മാത്രം കുടിക്കാൻ വിധിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് കരുതിയവരാണ് വിശാഖം നക്ഷത്രക്കാർ. എന്നാൽ ഇനി മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കും. കഷ്ടകാലം തീരാൻ പോകുന്നു. 2026 കടക്കുമ്പോൾ വലിയ പ്രതീക്ഷകൾ തന്നെയായിരുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പല കാര്യങ്ങളിലും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചവരാണ്. എന്നാൽ വലിയ തിരിച്ചടികൾ പിന്നീടുണ്ടായി. എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായൊരു മാസം ഈ ഒരു മാസത്തിൻ്റെ തുടക്കം തന്നെയാണ്. മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി ധനം വരും. നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും തിരിച്ചെത്തും. ഇനി നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ദിനങ്ങൾ തന്നെയാണ്. ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ 10 നക്ഷത്രക്കാർക്കും മെയ് 1 തീയതി മുതൽ വരുന്നത് സമാനതകളില്ലാത്ത സുവർണകാലം തന്നെയാണ്. എന്നാൽ ഈ നേട്ടങ്ങൾ ലഭിക്കാൻ ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രാർത്ഥനയും അനിവാര്യമാണ്. ജീവിതത്തിൽ എത്ര വളർന്നാലും ഈശ്വരൻ കൂടെയുണ്ടെന്നുള്ള ബോധം നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഭഗവാൻ തന്ന നിമിത്തമായാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നാമജപങ്ങൾ ശീലമാക്കുകയും ചെയ്യുക. വരാനിരിക്കുന്ന ഈ നല്ല നാളുകളെ ശുഭാപ്തി വിശ്വാസത്തോടെ വരവേൽക്കുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.